ഔട്ടിംഗ് ബ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് വിത്ത് ഫ്രണ്ട്സ്. അവർ ഞാൻ കൂട്ടാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇന്ന് കുറച്ച് സമയം ഫ്രണ്ട്സുമാരോടൊത്ത് ഒന്ന് ഔട്ടിങ്. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലക്ഷദ്വീപ് കിച്ചൺ ആൻഡ് ട്രാവലർ. അപ്പോൾ ഇതാ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ഫ്രണ്ട് നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അവളുമായിട്ട് ഒരു കുറച്ച് സമയം ഇന്നത്തെ ദിവസം ഒന്ന് ഔട്ടിങ്ങും പർച്ചേസിങ്ങും ഒക്കെ ആയിട്ട് അങ്ങനെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ 3 പേരും, ഞാനും നജ്മും പിന്നെ നസീമയും. അപ്പം ഞാൻ എൻ്റെ ഒരു വ്ളോഗിലുണ്ട് കേട്ടോ ഞങ്ങൾ 3 പെണ്ണുങ്ങളും ഒരു ഔട്ടിങ് നേരത്തെ അവൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ചെയ്തത്. അതേപോലെ ഒരു ദിവസം ഇന്നും കുറച്ച് സമയം ഞങ്ങൾ കുറച്ച് സ്പെൻഡ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് പോകുന്നതാണ്. അപ്പോൾ അവൾ നസീമാൻ്റെ ഫ്ലാറ്റിലുണ്ടായിരുന്നു ഇവിടെ ഹിദയിൽ. അപ്പോൾ അവിടെ എത്തി അവർ രണ്ടാളും റെഡിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വണ്ടി കയറി. നല്ല വിശപ്പുണ്ടായിരുന്നു. ഞാൻ ഇവിടെ നിന്നൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. മോനി സ്കൂളിൽ പോയ ശേഷം റെഡിയായിട്ട് അങ്ങോട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ അവർക്കും നല്ല വിശന്നിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു എന്നെ വെയിറ്റ് ചെയ്തിട്ട്. അപ്പോൾ നേരെ പോയിട്ട് നെഹ്ദയിലുള്ള മന്തി റെസ്റ്റോറൻറ്റിൽ നിന്ന് തന്നെ നമ്മൾ മന്തി കഴിക്കാൻ കയറി. അപ്പോൾ അങ്ങനെ ഒരു ചിക്കൻ മന്തിയൊക്കെ ചിക്കനല്ല മട്ടൻ വാങ്ങിച്ചിട്ട് പിന്നെ നല്ല അടിപൊളി സൂപ്പൊക്കെ ആയിരുന്നു. സലാഡും സൂപ്പും അതിൻ്റെ സൽസയും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റി ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ അപ്പോഴത്തെ കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് തന്നെ സമയം കുറച്ച് 3 മണിയൊക്കെ ആയിരുന്നു. പിന്നെ അവൾക്ക് കുറച്ച് പർച്ചേസ് ഉണ്ടായിരുന്നു. അപ്പം നെയ്ഫിലോട്ട് വരണമെന്നുണ്ടായിരുന്നു. അങ്ങനെ നേരെ അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ കഴിച്ച് ബില്ലൊക്കെ പേ ചെയ്തിട്ട് നേരെ നെയ്ഫിലോട്ടാണ് വന്നിട്ടുള്ളത്. നെയ്ഫിൽ വന്നിട്ട് കുറച്ച് പർദ്ദയും കാര്യങ്ങളൊക്കെ നോക്കാനുണ്ടായിരുന്നു. അപ്പോൾ നോക്കി വെച്ചിട്ട് പിന്നെ സെലക്ഷൻ നമുക്ക് പറ്റിയതാണെങ്കിൽ എടുക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ നെയ്ഫിലോട്ട് വന്നതാണ്. ഇത് ഓരോ പർദ്ദ സെക്ഷനിലും പർദ്ദ കടയിലും കയറിയിട്ട് ഞങ്ങളിങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ബെൽ ബട്ടണും അമർത്തി കമൻറ്റും ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. പുതിയ കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി അമർത്തിട്ട് കാണാൻ ശ്രമിക്കണേ. അങ്ങനെ ഓരോന്നും നോക്കിയും കണ്ടും എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പോഴത്തേക്ക് തന്നെ സമയം ഒരുപാട് ലേറ്റായി. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ സാൻഡ്വിച്ചൊക്കെ കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവളെ കൊണ്ടാക്കി. പിന്നെ ഇത് പിറ്റേന്ന് വൈകുന്നേരം ഒരു ഇനാഗുറേഷൻ ഉണ്ടായിരുന്നു ഗോൾഡ് സൂക്കിൽ. അപ്പോൾ അതിന് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഇപ്പോൾ എല്ലാ ഗോൾഡ് സൂക്കിലോട്ട് പോകണമെങ്കിൽ അങ്ങനെ ചുറ്റിയിട്ട് പോകണം. നേരെ ഹയാത്തിൻ്റെ അവിടെ മുമ്പ് ഹയാത്തിൻ്റെ അങ്ങോട്ടുള്ള ആ റോട്ടിൽ നിന്ന് നേരെ പോയാൽ മതിയായിരുന്നു. ഇവിടെ ഗോൾഡ് സൂക്കിലാണെങ്കിൽ എപ്പോഴും തിരക്ക് തന്നെയാണ്, പാർക്കിംഗ് ഒന്നും കിട്ടില്ല. അങ്ങനെ പിന്നെ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലത്തെ ഫ്രണ്ട്സുകാരായിട്ടുള്ള ഇത് പിന്നെ വൈകുന്നേരം ഞാൻ മോൻ വരുമ്പോഴത്തേക്ക് അവരെ കൊണ്ട് അവിടെ ഇറക്കിയിട്ട് ഞാൻ വീട്ടിൽ വന്നിരുന്നു. ഇത് പിറ്റേന്ന് ഞാൻ ഗോൾഡ് സൂക്കിലേക്ക് പോകുന്നതാണ്. ഗോൾഡ് സൂക്കിൽ ഒരു ഇനാഗുറേഷൻ ഉണ്ട്, ഒരു ഗോൾഡിൻ്റെ. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോകുന്നതാണ്. അപ്പോൾ ഗോൾഡ് സൂക്ക് എത്തി. നല്ല എവിടെയും പാർക്കിംഗ് ഒന്നും കിട്ടില്ല. അവിടെ 5 ദിർഹംസിന് പാർക്കിംഗ് ബിൽഡിംഗ് ഉണ്ട്. അപ്പോൾ പിന്നെ അവിടെ കയറാമെന്നൊക്കെ വിചാരിച്ചിട്ട് പോയതാണ്. പിന്നെ അതിൻ്റെ ഭാഗ്യവശാൽ ഒരു പാർക്കിംഗ് കിട്ടിയപ്പോൾ ഞാൻ സൈഡാക്കി. ഇതൊക്കെ ഗോൾഡ് സൂക്കിൻ്റെ പുതിയ സെക്ഷനാണ് കേട്ടോ. അപ്പുറത്തെ സൈഡാണ്, പഴയ സൂക്കല്ല. അതിൻ്റെ ഓപ്പോസിറ്റ് പുതിയ കുറേ ബിൽഡിങ്ങൊക്കെ വന്നിട്ട് അതിലും കുറേ നല്ല രസമുണ്ട് കേട്ടോ. അതിൻ്റെ അകത്തൊക്കെ ഫോട്ടോഷൂട്ടിനൊക്കെ നല്ല അടിപൊളി ഇതാണ്ട്. ദുബായ് ഗോൾഡ് സൂക്ക് എന്നൊക്കെ എഴുതിയിട്ട് നല്ല ഏരിയ ആണ്. പിന്നെ ഞാൻ അവിടെ ഷോപ്പിൽ പോയി. അവർ അന്ന് ഇനോഗ്രേഷൻ കഴിഞ്ഞതാണ്. PS ഗോൾഡ് എന്ന് പറഞ്ഞിട്ട് അവർ ഈ ബാർ കണക്കിന് ഇങ്ങനെ ഹോൾസെയിലായിട്ട്, ഇത് റീറ്റെയിലല്ല കേട്ടോ, ഓർണമെൻറ്റ്സ് അല്ല. അപ്പോൾ അങ്ങനെ അതിന് ഉദ്ഘാടനം ചെയ്യാൻ പോയതാണ്. ഇത് കണ്ട ഗോൾഡ് ബിസ്ക്കറ്റ് പോലെ ഉണ്ടാക്കി വെച്ചതാണ്. അടിപൊളിയാണ്. നല്ല ഒരു പരിപാടിയായിരുന്നു. ഇതൊക്കെ ഇങ്ങനെ ഓരോരോ അനുഭവങ്ങളല്ലേ. അപ്പോൾ ആതിരയാണ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അവർ പറഞ്ഞ പോലെ എല്ലാം കേക്കിലും ഇങ്ങനെ കട്ടകളാണ്, ഗോൾഡിൻ്റെ കട്ടകളാണ്. അതിൻ്റെ ചുറ്റിലും റൗണ്ടിലും ഇങ്ങനെ കേക്കുകൾ ഒട്ടിച്ചത്. അപ്പോൾ ഇതാണ് ആതിരയാണ് എന്നെ അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തത്. അപ്പോൾ നല്ലൊരു പുതിയൊരു അനുഭവമായിരുന്നു. കുറച്ച് പേര് കാണാനും പരിചയപ്പെടാനും ഒക്കെ പറ്റി.
അപ്പോഴും ഒരാട്ടക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും എത്തിയ ശേഷമാണ് അത് കേക്ക് മുറിച്ചത്. കേക്ക് മുറിച്ച് ബാൻഡ് അതിനെ ഇനാഗുറേഷൻ അടിപൊളിയാക്കിയിട്ട് ബാൻഡ് പരിപാടി തന്നെയായിരുന്നു. എല്ലാവരും കൂടിയിട്ട് അവരുടെ ഷെയർ പാർട്ട്നേഴ്സ് ഉണ്ടല്ലോ അവരെല്ലാം കൂടിയിട്ട് ഒന്നിച്ച് നല്ല ഒരു പ്രോഗ്രാമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുന്നില്ല, എല്ലാവരും കാണുന്നുണ്ടല്ലോ. അപ്പോൾ അത് കേക്കൊക്കെ മുറിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ച്, ഫുഡ് എന്ന് പറഞ്ഞാൽ സ്നാക്സാണ് കേട്ടോ. സ്നാക്സൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് എല്ലാവരും പിരിയുന്നത്. അതൊക്കെ നമുക്ക് കാണാം. അങ്ങനെ കേക്കെല്ലാം മുറിച്ച് കഴിഞ്ഞിട്ട് ഇതാ ഒരുപാട് ബർഗറും ചെറിയ മിനി ബർഗറും പിന്നെ ഷവർമ്മ, ചെറിയ ചെറിയ ഷവർമ്മയും അങ്ങനെ ഒരുപാട് ഐറ്റംസ് സ്നാക്സ് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ കുടിക്കാൻ ജ്യൂസും ചായയും എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം മുറിച്ച് കേക്കൊക്കെ മുറിച്ചിട്ട് എല്ലാവരും കേക്കും കഴിച്ചു. പിന്നെ അതൊക്കെ സ്നാക്സൊക്കെ കഴിച്ചിട്ട് പിന്നെ എല്ലാവരും ഓരോരുത്തർ ആയിട്ട് സമയമില്ലാത്തവരൊക്കെ അങ്ങനെ പിരിഞ്ഞു പോയി. പിന്നെ ഞാനും ആതിരയും കുറച്ച് നേരം അവിടെ ഇരുന്ന് കുറേ സംസാരിച്ചു. അപ്പോൾ ഞാനും ആതിരയും ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ അന്ന്. അപ്പോൾ ഞങ്ങൾ ഫോണിലൂടെ ഒരുപാട് സംസാരിച്ചു, നല്ല ഫ്രണ്ട്ഷിപ്പാണെങ്കിലും അന്നാണ് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ സംസാരിക്കാനുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇത് ബൊക്കെയാണ് അവർക്ക് സ്പെഷ്യൽ ഗസ്റ്റിന് കൊടുക്കാൻ അവർ കൊടുത്ത ബൊക്കെയാണ്. അത് അവർ അവിടെ വച്ചിട്ട് പോയതാണ്. അടിപൊളി വലിയൊരു ബൊക്കെ തന്നെയായിരുന്നു. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഫ്ലവറൊക്കെ നല്ല എപ്പോഴും കാണാൻ നല്ല ഭംഗിയല്ലേ. അപ്പോൾ അങ്ങനെ അവസാനം ഇവരൊക്കെ അവിടുത്തെ സ്റ്റാഫുകളൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വന്ന കുറച്ച് പേരൊക്കെ പോയി. അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ച ആതിര കുറച്ച് ഫ്രീ ആയിട്ട് സംസാരിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ച്. അപ്പോൾ പാർക്കിങ് 1 മണിക്കൂർ ഇട്ടിരുന്നു. ആ സമയം നോക്കിയിട്ട് ഇറങ്ങാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അവിടെ ഇരുന്നത് ഇതാ ഗോൾഡ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ കുറേ സംസാരിച്ചു. ആദ്യം കണ്ട പോലെയല്ല, നല്ലൊരു ഫ്രണ്ട്ലിയാണ്, സോഷ്യലാണ് കേട്ടോ ആൾ. അപ്പോൾ ചിലർ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ സ്വഭാവങ്ങൾ. അപ്പോൾ എല്ലാവരുമായിട്ട് നല്ലോണം മിങ്കിൾ ചെയ്യാനും ഒക്കെ നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ്. അങ്ങനെ കുറേ സംസാരമൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. മോൻ അവിടെ ട്യൂഷന് പോയ സമയമായിരുന്നു. ആ സമയം ട്യൂഷന് തിരിച്ച് വരുമ്പോഴത്തേക്ക് എത്താമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാനും അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും കാണും വരെ ബായ്.